നമസ്തേ. ഇന്ന് അറിവിലേക്കായിട്ട് ഒരു കാര്യം കേൾക്കാം. ശനിദേവൻ്റെ പ്രഭാവം രോഹിണി നാളുകാരെ ബാധിക്കില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ശനിഗ്രഹം രോഹിണി നക്ഷത്രത്തിൻ്റെ പഥത്തിൽ വന്നു സന്ധിക്കുമ്പോൾ ലോകത്തിൽ 12 വർഷത്തേക്ക് ക്ഷാമമുണ്ടാകുമത്രേ. എന്നാൽ ശനിഗ്രഹം ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ പഥത്തിൽ വന്നു ചേരുന്നില്ല. അതിനൊരു കഥയുണ്ട്. അതെന്താണെന്നറിയുമോ? ഒരിക്കൽ ദശരഥ മഹാരാജാവ് അയോധ്യ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശനി രോഹിണി നക്ഷത്രത്തിൻ്റെ സഞ്ചാരമാർഗത്തോട് സമീപിച്ചു. ആ നക്ഷത്രം പിളർക്കപ്പെട്ടാൽ നാട്ടിൽ വളരെ ക്ഷാമമുണ്ടാകുമെന്നാണ് ജ്യോതിഷവിധി. ഇതറിഞ്ഞ ദശരഥൻ അമ്പും വില്ലും എടുത്ത് രഥത്തിൽ കയറി വാനഗോള മണ്ഡലങ്ങളിലേക്ക് യാത്രയായി. 1.25 ലക്ഷം യോജനം സഞ്ചരിച്ച് സൂര്യന് മീതെ സ്ഥിതി ചെയ്യുന്ന ആ രോഹിണി പൃഷ്ഠത്തിലെത്തി. എന്നിട്ട് രാജാവ് വില്ല് ചെവി വരെ ആഞ്ഞു വലിച്ച് സംഹാരാസ്ത്രം തൊടുത്തു. ദേവാസുരന്മാർ എല്ലാം ഇത് കണ്ടു ഭയപ്പെട്ടു. ശനിദേവൻ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് വരം എന്തെങ്കിലും നൽകാമെന്നും കോപം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു, മേലിൽ ശനിഗ്രഹം രോഹിണി പഥത്തിൽ വരാതിരുന്നാൽ മതിയെന്ന് രാജാവ് പറഞ്ഞു. അതു ശനിദേവൻ സമ്മതിച്ചു. അന്നു മുതലാണത്രേ ശനിഗ്രഹം രോഹിണി നക്ഷത്രത്തെ ബാധിക്കാതെയായത്. നമസ്തേ.